കാലുവാരുന്ന ചില കഴുതകൾക്കുള്ള മറുപടി അത് കോൺഗ്രസ് തന്നെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതായത് BJP ഒരു കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP 4 തെറിയും വിളിച്ച് മോദിയെ 10 കുറ്റവും പറഞ്ഞ് കോൺഗ്രസിലേക്ക് വന്ന ആളാണ് സന്ദീപ് വാര്യർ. വാര്യരെ കുറിച്ച് കോൺഗ്രസ് ഉള്ളവർക്ക് പോലും നേരെ ചൊവ്വ നല്ല അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ എത്തിയത്. പക്ഷേ ഇപ്പോൾ പുനഃസംഘടനകൾ ആയി KPCC അധ്യക്ഷനെ മാറ്റി, കൺവീനറെ മാറ്റി, എല്ലാ തരത്തിലും കോൺഗ്രസ് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒന്നും ഉമ്മറത്തും പിന്നാമ്പുറത്തും അകത്ത റൂമുകളിലൊന്നും വാര്യരെ കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാര്യരെ വക്താവായി മാത്രം നിലനിർത്തിക്കൊണ്ട് പോകാം, വലിയ ഗുണമൊന്നുമില്ല വന്നിട്ടും എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു. ഇത് വാര്യരുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഇപ്പം കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയി. AK ആൻ്റണിയുടെ മകനും അനിൽ ആൻ്റണി അദ്ദേഹവും BJPയിലേക്ക് പോയി. ഇവരൊക്കെയാണ് വലിയ വലിയ കക്ഷികൾ എന്ന നിലയ്ക്ക് നമ്മളുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്? സന്ദീപ് വാര്യർ എന്തിന് കോൺഗ്രസ്സിൽ വന്നു? പത്മജ വേണുഗോപാൽ എന്തിന് BJPയിൽ പോയി? അല്ലെങ്കിൽ അനിൽ ആൻ്റണി എന്തിന് BJPയിൽ പോയി എന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ ചിന്തകരും കാര്യമായ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ അവർക്കതിന് പ്രത്യേകമായിട്ടുള്ള ഉത്തരങ്ങളൊന്നുമില്ല. ഏറ്റവും ലളിതമായ യുക്തിയിൽ ഉയരുന്ന ഉത്തരം അവർക്ക് അധികാരം ലഭ്യമല്ലാതെ വന്നപ്പോൾ അധികാര കസേര തേടിയുള്ള പ്രയാണമായിരുന്നു, അതിൻ്റെ ഒരു പ്രണയമായിരുന്നു ഈ കാലുമാറ്റം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ട് കാലുമാറുക, അധികാരത്തിന് വേണ്ടിയിട്ട് പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കുരങ്ങന്മാർ ചാടുന്നത് പോലെ ചാടുക, ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരുടെ മുന്നിൽ ഇവർ ചോദ്യചിഹ്നങ്ങളാണ്. കാരണം പ്രവർത്തകർ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവരുടെ ജീവൻ പോലും ബലിയർപ്പിച്ച് പ്രവർത്തിക്കുന്നത് ആ പാർട്ടിയുടെ ഒരു ആശയം അതെന്തായിക്കൊള്ളട്ടെ അതിനെ അവർ മനസ്സിലേറ്റുന്നതിൻ്റെ പേരിലാണ്. ആ ആശയത്തിന് വേണ്ടി ജീവിക്കാൻ അവർ തീരുമാനിക്കുന്ന സമയത്താണ് അവരതിൻ്റെ ഭാഗമായി മാറിത്തീരുകയും അതിനുവേണ്ടി അവർ നിരന്തരമായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് വാർത്തയിൽ വന്ന ഒരു ശകലമിതാണ്, EMSൻ്റെ പോസ്റ്റർ ഒരു പാർട്ടി ഓഫീസിൻ്റെ തറയിൽ കിടക്കുകയും അതിൻ്റെ മുകളിൽ നേതാക്കന്മാർ ചെരുപ്പിട്ട് ചവിട്ടി നടക്കുകയും ചെയ്യും. സാധാരണ പ്രവർത്തകൻ അത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചിലാണ് ആ ചവിട്ട് കൊണ്ടത് എന്ന് അവൻ കരുതുകയും അവൻ ആ നേതൃത്വത്തിനെതിരെ കലാപം ഉയർത്തുകയും ചെയ്യും. എന്നുവെച്ചാൽ സാധാരണ പ്രവർത്തകർ എപ്പോഴും രാഷ്ട്രീയ നേതാക്കളെ, പ്രത്യേകിച്ച് അവർക്ക് പ്രിയങ്കരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ നെഞ്ചേറ്റ് നടക്കുന്ന മനുഷ്യരാണ്. ആ പാർട്ടിയുടെ ആശയത്തെയും അവർ അതേപോലെ നെഞ്ചേറ്റിയാണ് നടക്കുന്നത്. ഈ നെഞ്ചേറ്റിയ ആശയങ്ങളെ മുഴുവനും ഒരു ദിവസം പറിച്ചെറിഞ്ഞ് വേറെ പാർട്ടിയിലേക്ക് പോകുന്നതായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അധികാരത്തിന് വേണ്ടി ആർത്തി കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് എന്ന് ഈ സാധാരണക്കാർ തിരിച്ചറിയുന്നുണ്ട്. അവരതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വെറുപ്പിൻ്റെ കട ഉപേക്ഷിക്കുകയും സ്നേഹക്കടയിൽ കുറച്ചു കാലം സുഖമായിരിക്കാം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അക്കാലം വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള പാർട്ടി, മറ്റ് പാർട്ടികൾ, അതിൻ്റെ എതിരായിട്ടുള്ള പാർട്ടികൾ പറയുന്നതായിട്ടുള്ള അഭിപ്രായങ്ങളെ ഏറ്റെടുത്ത് അതുപോലത്തെ ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയെന്ന് സ്ഥാപിച്ച് വെറുപ്പ് നിർമ്മിക്കുന്ന ഈ വെറുപ്പ് ശാലയിൽ നിന്ന് ഞാൻ ഓടുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കണം. മേഘത്തിൻ്റെ പഞ്ചസാര കടയിലെ വാര്യർ ഇങ്ങനെ പാർട്ടി മാറിയപ്പോൾ പുറത്തു കേട്ട വാർത്ത എന്ന് പറയുന്നത് വാര്യർക്ക് ഉന്നതമായിട്ടുള്ള സിംഹാസനങ്ങൾ കോൺഗ്രസ് ഒരുക്കി കാത്തിരിക്കുന്നു എന്നാണ്. വാര്യരെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആക്കും എന്ന് വലിയ തോതിൽ ചെണ്ടകുട്ടി എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വളരെ കൗതുകത്തോടെ നോക്കിയാണ് എങ്ങോട്ടാണ് വാര്യർ കയറിയിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, ഈ ഇന്നലെ മിനിയാന്നാളൊക്കെ ആയിട്ട് കോൺഗ്രസ്സിനകത്ത് അവരുടെ അധികാര കസേരകൾക്കൊക്കെ മാറ്റം വന്നു, പുതിയ നേതൃത്വം കടന്നു വന്നു. പുതിയ നേതൃത്വത്തിനെ തീരുമാനിച്ചു എന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ജനാധിപത്യമാണ് കോൺഗ്രസിൻ്റേത്. അവിടെ തെരഞ്ഞെടുപ്പുകളൊന്നുമില്ല ഒരു കാരണവശാലും. ഹൈക്കമാൻഡ് നിയമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹൈക്കമാൻഡ് നിയമിച്ച പുതിയ നേതൃത്വം വന്നു.
ആ പുതിയ നേതൃത്വം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ജാതിക്കൂട്ടിൻ്റെ സന്തുലനാവസ്ഥയുടെ പാരമ്യത്തിലെത്തിയ ഒരു പ്രക്രിയ കൂടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ജാതിക്കൂട്ടിൽ വാര്യർ എന്ന് പറയുന്ന ഒരു ജാതിയെ എടുത്തു വെക്കാനായിട്ട് ഇടമുണ്ടായിരുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം വാര്യർ ബാക്കിയെല്ലാം തേഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദളിതനുണ്ട്, ഈഴവനുണ്ട്, നായരുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, അങ്ങനെ എല്ലാ ആളുകളും ആയിക്കഴിഞ്ഞു. പിന്നെ ഇല്ലാത്ത വിഭാഗത്തിൽപ്പെട്ടാണ് ഈ വാര്യരൊക്കെ. അങ്ങനെ ഇല്ലാത്ത ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടിയില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. എന്തായാലും അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കിയില്ല എന്നുള്ള കാര്യം ഈ പുതിയ നേതൃത്വത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം മനസ്സിലാക്കിയായി. അതിന് മറ്റൊരർത്ഥമുണ്ട്, മറ്റൊരു സന്ദേശമുണ്ട്. നിങ്ങൾ ഒരിക്കലും അധികാരത്തിന് വേണ്ടി ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളത്. പാർട്ടികൾ എന്ന് പറയുന്ന അധികാരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. പാർട്ടികൾ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതാണ്. അതിനൊരു പ്രത്യേക ശാസ്ത്രം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ആശയം ഉണ്ടായിരിക്കും. ആ ആശയത്തിനനുസരിച്ചാണ് നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ശക്തനായി നിൽക്കുന്നത്. നിങ്ങൾ അത് ഉപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശക്തി ചോർന്നു പോകും. എന്നുവെച്ചാൽ സന്ദീപ് വാര്യർക്ക് ശക്തി ഉണ്ടായിരുന്നത് അദ്ദേഹം BJP-കാരനായി നിന്നിരുന്ന സമയത്താണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ചോർന്നുപോയി എന്നുള്ളതാണ്. ഇനി ഇത് നിർമ്മിച്ചെടുക്കാം. ഒരുപാട് കാലത്തെ അധ്വാനത്തിലൂടെ അദ്ദേഹത്തിന് നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് മാറാം. അന്ന് മാത്രമായിരിക്കാം മിക്കവാറും അദ്ദേഹത്തിന് അധികാരം കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളത്. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു MLA ആയി മാറുന്നതിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹ പൂരണം എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും സാക്ഷാത്കരിക്കപ്പെടുക എന്ന് രാഷ്ട്രീയത്തെ ഇങ്ങനെ വീക്ഷിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ നടന്നെന്നിരിക്കാം. നമുക്കത് അതിലുറപ്പം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് ചിലപ്പോൾ വീണ്ടും അന്നിരുന്ന് ചർച്ച ചെയ്യാം. നിയമസഭ ഇലക്ഷൻ എത്തിക്കഴിയുന്ന സമയത്ത് നിയമസഭ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ നമ്മളിങ്ങനെ പരതി എവിടെ സന്ദീപ് വാര്യർ എന്ന് ചോദിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ്. അന്നും പാർട്ടി കാലുവാരാൻ സാധ്യതയുണ്ടോ? സന്ദീപ് വാര്യറെ ഈ BJP തഴഞ്ഞു എന്ന് പറഞ്ഞ് ഓടിയ സന്ദീപ് വാര്യറെ കോൺഗ്രസും തഴയോ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കപ്പെട്ടതായിട്ടുള്ള പേരുകളുടെ കൂട്ടത്തിൽ എവിടെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാകരുത്. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർ വിശ്വസിച്ചാണ് എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ച് ഈ പാർട്ടിയിലേക്ക് ഓടിക്കയറിയത്. അത് തീർച്ചയായിട്ടും പരിഗണിച്ച് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹ സാക്ഷാത്കാരവും അതേപോലെ തന്നെ ഇങ്ങനെ നടക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയും ചില ചാൻസ് ഉണ്ടെന്ന് പറയാനായിട്ടുള്ള സൂചനകൾ ലഭിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ എപ്പോഴും നൽകപ്പെടേണ്ട സന്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ ആയാറാം ഗയാറാം എന്ന നിലക്ക് രാവിലെയും വൈകുന്നേരവും പാർട്ടി മാറുന്നതായിട്ടുള്ള ആളുകളുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത എന്ന് പറയുന്നത് തകർന്നതാണ്, ജീർണിച്ചതാണ്, ഉപയോഗപ്രദമല്ലാത്തതായിട്ടുള്ളൊരു പ്രക്രിയയുടെ പാർട്ടാണ് എന്ന തോന്നൽ ആളുകൾക്കുണ്ടാകണം.